സ്പീക്കർ ആയിട്ട് വരുമ്പോൾ ഞാൻ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ അടുത്ത ദിവസം സ്പീക്കറായി കേട്ടോ. ഓക്കെ. ഒരുപക്ഷെ കേരള നിയമസഭയിൽ ആരും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല, ശങ്കരനാരായണൻ തമ്പി ഒഴിച്ചു. കാരണം ഇത് ആദ്യത്തെ നിയമസഭയാണ്, അതെ അതെ, ആദ്യത്തെ സ്പീക്കറാണല്ലോ. ഓക്കെ. ഞാൻ എന്നാണോ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയിട്ട് നെക്സ്റ്റ് ഡേ സ്പീക്കറായി. അപ്പോൾ അങ്ങനെ സ്പീക്കറായിട്ടുള്ള ഒരാൾ. അപ്പോൾ സ്പീക്കറുടേതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും വളരെ ഉന്നതമായിട്ടൊരു ഉന്നതമായ പദവി, സഭാനാഥനാണല്ലോ, അങ്ങനെയല്ലേ വിശേഷിപ്പിക്കും. ആ ഒരു ചെയറിലിരിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീൽ ആയിരിക്കില്ലേ? ചെയറിൽ ഞാൻ ആദ്യം ചെന്നിരുന്നപ്പോൾ ഒരു അമ്പരപ്പുണ്ടായി. കാരണം മുഖ്യമന്ത്രി അടക്കം എല്ലാവരും താഴെ ഇരിക്കുന്നു. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ സഭയിൽ കുറേ കാലം ഇരുന്നിട്ടല്ലല്ലോ, നേരെ അടുത്ത ദിവസം. ഞാൻ നിയമസഭ തന്നെ ആദ്യം കാണുന്നതാണ്. ഞാൻ MLA ആയിട്ട് വരുന്നതിന് മുമ്പ് നിയമസഭയിൽ കയറിയിട്ടില്ല. ആദ്യം കയറി ഇരിക്കുമ്പോണ്ടല്ലോ ഒരു 10-15 മിനിറ്റ്, പക്ഷെ ആ സമയം കൊണ്ട് ഞാനതിനെ ഓവർകം ചെയ്തു. ശരി. ഈ പാർലമെന്റിനേക്കാൾ ഞാൻ പഴയ പാർലമെന്റ് ഹാൾ, ലോക്സഭ ഹാളിലാണല്ലോ ഞങ്ങളൊക്കെ MP മാരായിരുന്നു. ഇപ്പോഴല്ലേ പുതിയത് വന്ന്, നമ്മുടെ ചെങ്കോലൊക്കെ സ്ഥാപിച്ച് പുതിയ പാർലമെന്റ് വന്നു. അപ്പം അതിനു മുമ്പാ അതിനേക്കാൾ വിശാലമാണ് യഥാർത്ഥത്തിൽ കേരള നിയമസഭയുടെ ഹാള്. കാരണം അവിടെ ആൾക്കാർ കൺജസ്റ്റഡ് ആയിട്ടില്ല, ഇവിടെ വിശാലമായിട്ടില്ല. പിന്നെ മാത്രമല്ല, ഈ സ്റ്റേജ് ഉണ്ടല്ലോ, ഈ പീഠം, അധ്യക്ഷ പീഠം, അതും കേരള നിയമസഭയുടെ വളരെ വലുതില്ല ഒക്കെയാണ് പാർലമെന്റിലേതിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ഒരു 10-15 മിനിറ്റ് സമയത്തേക്ക്. പിന്നെ ഞാനത് അതിനെ ഓവർകം ചെയ്തു.